എനിക്ക് കുളിക്കാനുള്ള വെള്ളം കാണും. ഉണ്ട്. ഞാനേ ഇതുവഴി കയറി പോയി നോക്കിയാലോ നോക്കിക്കേ. ഇതുവഴി പോകണേ, സൂക്ഷിച്ചു പോകണം കേട്ടോ. താഴെ നോക്കി നടക്കണം. വന്നതേ ഉള്ളു പ്രിയങ്ങളെ. ഞാൻ ഓടിപ്പാഞ്ഞ് ഇങ്ങോട്ട് പോരുന്നു. പള്ളിയിൽ വരെ പോവാണ് കേട്ടോ. ആണ്ടുകുമ്പസാരത്തിൻ്റെ ഒരു ഇന്ന് ഉണ്ട്. അപ്പം മുത്തു പോകുന്നതിന് മുമ്പേ അവരും അപ്പം കുമ്പസാരിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരുടെ പോവാണ്. പിന്നെ മോനിക്കുട്ടിന് കുഴപ്പമില്ല. നമ്മുടെ ഇത് ഓർത്തഡോക്സിൻ്റെ വിശ്വാസം അനുസരിച്ചുള്ള കുമ്പസാരം എന്ന് പറഞ്ഞാൽ 18 വയസ്സ് കഴിഞ്ഞവർ ഈ നോമ്പ് കാലത്തുള്ള ആണ്ടുകുമ്പസാരം ചെയ്യണം എന്നാണ്. അപ്പം അതുകൊണ്ട് മോനിക്കുട്ടിനെ കൊണ്ടുപോകുന്നില്ല. മോനിക്കുട്ടന് പതിവ് പോലെ അമ്മമ്മയുടെ അടുക്ക വന്ന് ട്യൂഷന് പോയേക്കുന്ന ഞാനും മുത്തും കൂടി എന്നാൽ പള്ളിയിൽ പോയിട്ട് വരാം. ഒന്ന് കുളിച്ച് ഒന്ന് പോയേച്ചും വരാം കേട്ടോ. പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇല്ല, അതായിരിക്കും. ഇന്ന് ഉറുമ്പൊടി ഇട്ടോണ്ട് അതെല്ലാം ഇറങ്ങിപ്പോയി. വേണ്ട. ഞങ്ങൾ പള്ളിയിൽ പോയിട്ട് വന്നു. തമ്പുരാനെ വിളിക്കാൻ പോയതാ. തമ്പുരാൻ ട്യൂഷന് പോയേക്കുമായിരുന്നു. എന്താ അതുകൊണ്ട് ട്യൂഷന് പോയില്ലേ? സത്യം ചോക്ക് ഇപ്പൊ ഞാൻ അത് ഇവിടുന്ന് ഒപ്പിക്കും. അങ്ങനെ ഈ വർഷത്തെ ആണ്ടുകുമ്പസാരമൊക്കെ കഴിഞ്ഞു. നേരത്തെയൊക്കെയുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഇടയ്ക്ക് ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള കാര്യങ്ങളും ഏറ്റവും കൂടുതൽ സങ്കടമുള്ള കാര്യങ്ങളും നടന്നത് ഒരു വാടക വീട്ടിൽ വെച്ചാണ്. നമ്മൾ ആ വീടെടുത്ത് താമസമായത് മുത്തിനൊരു 8 വയസ്സൊക്കെ ഉള്ള സമയത്താണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ മോനിക്കുട്ടന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പ്, മോനിക്കുട്ടൻ നമുക്ക് കിട്ടുന്നു എന്നൊക്കെയുള്ള ഒരു സന്തോഷം ഒക്കെ ആ വീട്ടിൽ താമസിക്കുമ്പോഴായിരുന്നു. മോനിക്കുട്ടൻ ജനിച്ചു കഴിഞ്ഞ് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വരുമ്പോൾ എന്നെ അവിടെ ശുശ്രൂഷിക്കാനൊന്നും എനിക്ക് ആരുമില്ലായിരുന്നു. ജോഷ് ടോക്കിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞപ്പോഴാണ് കുറേ പേരൊക്കെ ചോദിച്ചത്, എല്ലാവരും ഉണ്ടായിരുന്നല്ലോ, എന്നിട്ട് എന്താണ് അന്ന് ആരും അടുത്തില്ല എന്ന് പറഞ്ഞതെന്നൊക്കെ. അതൊക്കെ വന്നത്തേക്ക് സാഹചര്യങ്ങൾ അങ്ങനെ ആയിരുന്നു. അങ്ങനെ ഞാൻ മോനുകുട്ടൻ ജനിച്ച ഒരാഴ്ച കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി ചെല്ലുമ്പോൾ എനിക്കവിടെ എൻ്റെ കാര്യങ്ങൾ നോക്കാനോ എൻ്റെ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നോക്കാനോ ഒന്നും നമുക്ക് ബന്ധുക്കളായിട്ട് ആരുമില്ല. അപ്പം നമ്മൾ ആ വാടകയ്ക്ക് താമസിച്ചിരുന്ന വീട്ടിൻ്റെ ഉടമസ്ഥർ അമേരിക്കയിലാണ്. അവരുടെ ഒരു ഫാമിലി തന്നെ അടുത്ത് താമസിക്കുന്നുണ്ട്. അവിടെ ഒരു അപ്പച്ചനും അമ്മച്ചിയൊക്കെ ഉണ്ട്. അമ്മച്ചിയാണ് മോനുകുട്ടനെ 28 ദിവസം കുളിപ്പിച്ചൊക്കെ തന്നത്. 28 കെട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ തന്നെ അങ്ങ് കുളിപ്പിക്കാൻ തുടങ്ങി. ഇതുപോലെ ഒരു സ്ലാബ് ഉണ്ട് അടുക്കളയിൽ. അതും ഒരു ഓടിട്ട ഒരു കുഞ്ഞു വീടായിരുന്നു. അപ്പോൾ അടുക്കളയിൽ ഇതേപോലെ ഒറ്റ ഒരു സ്ലാബ്, പിന്നൊന്ന് പാതകമൊക്കെ ആയിരുന്നു. ആ സ്ലാബിൻ്റെ അവിടെയാണ് ഇതുപോലെ സിങ്ക്. അപ്പോൾ ഇതേപോലെ ഇവിടോട്ട് കിടത്തി ഒരു ഷീറ്റ് വിരിച്ച് ഇവിടെ കിടത്തിയായിരുന്നു മോനുകുട്ടനെ കുളിപ്പിക്കുന്നത്. പിന്നെ ഒരു 3 മാസമൊക്കെ കഴിഞ്ഞാണ് മോനുകുട്ടനെ അല്ലാതെ നമുക്ക് തറയിലിരുന്ന് കുളിപ്പിക്കാനൊക്കെയുള്ള വയറിൻ്റെ മുറിവൊക്കെ ഒന്ന് വേദനയൊക്കെ കുറഞ്ഞ സമയത്താണ് അല്ലാതെ കുളിപ്പിക്കാനൊക്കെ മുറ്റത്തോ അല്ലെങ്കിൽ അകത്തൊക്കെ തറയെ പാവിരിച്ചൊക്കെ കുളിപ്പിക്കാൻ തുടങ്ങിയത്. പിന്നെ മാമോദിസ നടത്തിയതും ആ വീട്ടിൽ വെച്ചാണ്. അന്ന് മോനുകുട്ടൻ്റെ തലതൊട്ടപ്പനായിട്ട് നിന്നത് അവിടുത്തെ അപ്പച്ചനാണ്. അപ്പോൾ അപ്പച്ചന് സുഖമില്ല. ഇപ്പം അപ്പച്ചന് സ്ട്രോക്ക് വന്ന് അപ്പച്ചൻ കിടപ്പായി. അപ്പോൾ ഞാനും മുത്തും കൂടെ, മുത്ത് വരുമ്പം ഒന്ന് പോയി അപ്പച്ചനെ കാണണമെന്ന് ഞാൻ വിചാരിച്ചതാണ്. ഞാൻ പോയി കണ്ടിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ ആഴ്ച ഞാൻ പോയി. പിന്നെ ഇപ്പം മുത്ത് വന്നപ്പം അവനെ ഒന്ന് കൊണ്ടുപോയി കാണിക്കണമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ പോയി.
അവിടെ മെഡിസിൻ കൊടുക്കാനുണ്ടായിരുന്നു. അപ്പച്ചനെയും കണ്ടു. അപ്പച്ചൻ ആരെയൊന്നും അറിയത്തൊന്നുമില്ല. പിന്നെ ഇനിയും മോനുകുട്ടനെ കൂടി ഒന്ന് കൊണ്ടുപോയി കാണിക്കണം. ഏതായാലും മോനുകുട്ടൻ്റെ ജീവിതത്തിലെ ഒരു വലിയൊരു ചടങ്ങായിരുന്നു മാമോദിസ എന്ന് പറയുന്നത്. ആ സമയത്ത് ദൈവത്തിൻ്റെ ഒരു മധ്യസ്ഥനായിട്ട് നിന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തെ ഒന്ന് കൊണ്ടുപോയി കാണിക്കണം. അപ്പം ഞങ്ങൾ അവിടെയൊക്കെ കയറി. പിന്നെ ഇനി വന്ന് മോനുകുട്ടിനെ ട്യൂഷനിൽ നിന്നും വിളിച്ചുകൊണ്ട് വന്നു. പിന്നെ ഇന്ന് അടുക്കളയിൽ അധികം പണികളൊന്നുമില്ല കേട്ടോ. ചോറും കറികളും ഒക്കെ ഞാൻ രാവിലെ റെഡിയാക്കി വെച്ചിട്ടാണ് പോയത്. ചോറ് റൈസ് കുക്കറിനകത്ത് ഇരിക്കുന്നേ ഉള്ളൂ. ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ച് വാർത്തിടണം. രാവിലെ മീൻ കറി വെച്ചു, പിന്നെ പരിപ്പ് കറി വെച്ചു, പിന്നെ രാവിലെ ചപ്പാത്തി ആയിരുന്നു. അപ്പോൾ അതൊക്കെ ഇരിപ്പുണ്ട്. ചപ്പാത്തി തീർന്നു. ചോറ് ഇരിപ്പുണ്ട്. ചപ്പാത്തിയോ പരിപ്പ് കറി വെച്ചതും മീൻ കറി, പപ്പടവും, പിന്നെന്താണ് ഇന്നലെ നമ്മൾ ഇടിച്ചക്ക തോരൻ വെച്ചു, അതൊക്കെയുണ്ട്. പിന്നെ ഇന്ന് കുറേ ദിവസങ്ങളായിട്ട് പറയണമെന്ന് വിചാരിച്ചിരുന്ന ഒരു കാര്യം ഇന്ന് ഞാൻ പറയാം. നമ്മുടെ മുത്തിൻ്റെ കൂട്ടുകാരും എല്ലാവരും കൂടെ ചേർന്ന് ഒരു ചെറിയൊരു സ്മോൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതെന്തുവാന്ന് ചോദിച്ചാൽ ഈ വീട്ടിലിരുന്നുള്ള ഓൺലൈൻ ബിസിനസ്സുകാരോ അങ്ങനെ ഏത് രീതിയിലുള്ള ബിസിനസ്സുകാർക്കാണെങ്കിലും അവർക്ക് സെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു വെബ്സൈറ്റ് വേണമല്ലോ. അപ്പോൾ ആ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ഒരു വർക്ക്. അപ്പോൾ അവരുടെ ഒരു ഇതിൻ്റെ ഇൻസ്റ്റാഗ്രാം ഇല്ലേ, ഇൻസ്റ്റാഗ്രാം പേജുണ്ട്. പിന്നെ അതിൻ്റെ ലിങ്കൊക്കെ ഉണ്ട്. അത് ഞാൻ ലിങ്കൊക്കെ ഇതിനകത്ത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാമെന്ന് മുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ചെറിയ വെബ്സൈറ്റ് മുതൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന എത്ര വലിയ വെബ്സൈറ്റ് ക്രിയേഷൻ ആണെങ്കിലും അവരോട് പറഞ്ഞാൽ അവർ ക്രിയേറ്റ് ചെയ്ത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. പെയ്ഡ് വർക്കാണ്. അപ്പോൾ അവർക്ക് അവരുടെ പഠിത്തത്തോടൊപ്പം കുറച്ച് ക്യാഷൊക്കെ കളക്ട് ചെയ്യാനുള്ള ഒരു മാർഗം അതാണ് ശരിക്കും പറഞ്ഞാൽ ചെയ്യുന്നത്. ബിസിനസ് ഓട്ടോമേഷനും ഒക്കെ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് അതിനെപ്പറ്റിയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തു തരാനും അറിയാനും ഒക്കെ ആയിട്ട് അവരുടെ വെബ്സൈറ്റ് ഉണ്ട്. അതിനകത്ത് ചെല്ലാം, പിന്നെ ലിങ്ക് ഇടാം, പിന്നെ ഇൻസ്റ്റാഗ്രാം പേജും ഒക്കെ ഞാൻ ഷെയർ ചെയ്തേക്കാം. അപ്പം അങ്ങനെയുള്ള എന്തെങ്കിലും ഫേസ്ബുക്കും ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തൊക്കെ ഉണ്ടെങ്കിലും അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്താൽ അവർ ചെയ്തു തരും. പിന്നെ റേറ്റൊക്കെ നിങ്ങൾ നേരിട്ട് സംസാരിച്ച് സെറ്റ് ചെയ്യണം. അതിനെപ്പറ്റി എനിക്ക് വിശദമായിട്ട് പറയാൻ അറിയത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു കാര്യം സ്റ്റാർട്ടപ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കഴിവതും ആൾക്കാർ അവരെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം അവർക്കും ഒരു ഹെൽപ്പാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ഹെൽപ്പ് ആയാലും നിങ്ങളുടെ ബിസിനസ്സൊക്കെ വളർന്നാലും കേട്ടോ. അതുകൊണ്ട് അവരെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇതിനകത്ത് കൊടുത്തേക്കാം. മറ്റേ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെയൊക്കെ ഒരു ഇതൊക്കെ വെച്ച് ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടേക്കാം. അപ്പം കുറേ കൂടെ ആൾക്കാർക്ക് അത് കാണാനും കോണ്ടാക്ട് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ ഇത് പറയണമെന്ന് കുറച്ച് ദിവസം കൊണ്ട് ഞാൻ വിചാരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വേറെ പല കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ ഇതങ്ങ് വിട്ടുപോകും. അപ്പോൾ ഇന്ന് ഇത് പറഞ്ഞിരിക്കുകയാണ്. എന്നെക്കാട്ടിലും കൂടുതൽ നന്നായിട്ട് പറയാൻ അറിയാവുന്ന ആളാണ്, പക്ഷെ പറയത്തില്ല. നാണം അവിടെ വന്ന് കഥകിൻ്റെ മറവിൽ നിൽക്കുക. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. പിന്നെന്താണ്, കൊതു കടിച്ച പോയില്ലോ കൊച്ചേ? ആ ലോഷൻ ഇട്ടെടുത്ത് പറട്ടെ, ആ ബോഡി ലോഷൻ. ആ കൊതുകുതിരി ഓൺ ചെയ്ത് വേ. കുഞ്ഞു കുറച്ച് ജോലികളൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്ത് തീർക്കട്ടെ. പിന്നെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഗോതമ്പ് പൊടിയും ഇടിയപ്പ പൊടിയൊക്കെ മേടിച്ചിട്ടുണ്ട്. ഗോതമ്പ് പൊടി നമ്മൾ ലൂസായിട്ടുള്ള പൊടി മേടിക്കുന്നു എന്ന് പറഞ്ഞപ്പം 1-2 പേര് അതിനകത്ത് കമൻറ്റ് ഇട്ടായിരുന്നു, ഇത് ഇടഞ്ഞെടുക്കണം, പിന്നെ ബ്രാൻഡഡ് മേടിക്കണം, ഇതിനെക്കാട്ടി കുറച്ച് വില വ്യത്യാസമുള്ളൂ എന്നൊക്കെ. എനിക്ക് ബ്രാൻഡഡ് മേടിക്കുമ്പോൾ നമുക്ക് എന്താ പറയുക, ഒരു 10 രൂപ അല്ലെങ്കിൽ 5 രൂപയൊക്കെ വേരിയേഷൻ വരും. പക്ഷേ എനിക്ക് ആ പൊടി ഉപയോഗിക്കുന്നതിനെക്കാട്ടിലും ഈ പൊടി ഉപയോഗിക്കുമ്പോൾ കുറച്ചുകൂടെ സോഫ്റ്റായിട്ട് ചപ്പാത്തിയും പൂരിയൊക്കെ ഉണ്ടാക്കാനും പറ്റും. എനിക്കിതാണ് ഇഷ്ടം കേട്ടോ. മറ്റേത് മേടിക്കുമ്പോൾ എനിക്കൊന്ന് ഭയങ്കര കട്ടിയാവുന്നു, അതുപോലെ കളർ വ്യത്യാസം അങ്ങനെയൊക്കെ വരുമ്പോൾ എനിക്ക് അതിനോടൊരു താല്പര്യക്കുറവുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് മേടിക്കുന്നത്. പിന്നെ ഇത് ഇടഞ്ഞാണ് എടുക്കുന്നത്. ഇതിനകത്ത് വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മൾ 1 കിലോ 2 കിലോ വീതമാണ് മേടിക്കുന്നത്. ഒത്തിരി വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്യാത്തതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല, കുഴപ്പമേ ഇല്ല. അങ്ങനെ പുഴുക്കളൊന്നും കയറുന്ന രീതിയിൽ നമ്മൾ സ്റ്റോക്ക് ചെയ്യത്തില്ല. പിന്നെ കഴിഞ്ഞ ദിവസത്തെ ഷോർട്ട് വീഡിയോയ്ക്കകത്ത്
മോനിക്കുട്ടൻ രാത്രി എന്നോട് ചോദിച്ചു രാവിലത്തേക്ക് എന്തോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആരോ പറഞ്ഞായിരുന്നു ഇടിയപ്പം ഉണ്ടാക്കാനേ. മുത്ത് വന്നിട്ട് ഇതുവരെ ഇടിയപ്പം ഉണ്ടാക്കിയില്ല, നമുക്ക് നാളെ ഇടിയപ്പം ഉണ്ടാക്കാം. ഞാൻ പൊടി മേടിച്ചോണ്ട് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ വാക്ക് ഞാൻ വില വെച്ചിരിക്കുന്നു. നിങ്ങളുടെ വാക്കിന് വിലയില്ല എന്നല്ല, എല്ലാ കാര്യത്തിലും നിങ്ങളുടെ പല അഭിപ്രായങ്ങളും ഞാൻ ഓർത്തുകൊണ്ടാണ് പലതും ചെയ്യുന്നത്. ഇതിപ്പം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ഇത്രയൊക്കെ വിശേഷങ്ങളായിരുന്നു പ്രിയങ്ങളെ. അപ്പം ഞാൻ പോയി ഡ്രസ്സൊക്കെ മാറി വരാം. ഇന്ന് അടുക്കള വലിയ പ്രത്യേകിച്ച് ജോലികളൊന്നും ഇല്ലായിരുന്നുകൊണ്ട് ഒരുപാട് നാളിന് ശേഷം ഞാൻ കുറച്ചു നേരം റെസ്റ്റ് എടുത്തു. പിന്നെ ഇപ്പം വന്ന് ചോറടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്, ഒന്നുകൂടി തിളപ്പിച്ച് വാർത്തിടാകുമ്പോൾ കൊച്ചോൾ എനിക്ക് കൂട്ടിരിപ്പുണ്ട് ഇവിടെ. എൻ്റെ ട്രൈപോഡ് പോയി പ്രിയങ്ങളെ. നമ്മുടെ ചാനൽ തുടങ്ങിയ കാലം മുതൽ എൻ്റെ കൂട്ടായിരുന്നു. ഇത് ഒടിഞ്ഞു പോയി. ഈ സാധനം മാത്രമായിട്ട് വാങ്ങിക്കാൻ കിട്ടുമെന്ന് മുത്ത് പറയുന്നു, അത് വാങ്ങിക്കണം. എൻ്റെ ഫോൺ ഇതേന്ന് ഒരു 3-4 തവണ നിലം പതിച്ച്. ആ ഫോണിന് എന്തെങ്കിലും പറ്റുമെന്ന് അറിയത്തില്ല. പക്ഷെ ഇത് ഇപ്പോഴാണ് ഇത് മൊത്തത്തിൽ പോയ കാര്യം മനസ്സിലായത്. ഇനി ഇത് വാങ്ങിക്കണം. ഇത് വാങ്ങിക്കുന്നതും വരെ നമ്മുടെ വീഡിയോ ഇത് നമ്മളിത് ഇങ്ങനെ വെച്ചിത് മുറുക്കി വെക്കുമ്പോൾ ഈ ഫോൺ ഇതിനകത്ത് ഇരിക്കാത്തതുകൊണ്ട് പതൊക്കെ ഒന്ന് താഴെ വീഴും. അപ്പൊ ഇനി ഇതിന്റെ സാധന സാമഗ്രികളൊക്കെ വാങ്ങിക്കണം. അല്ലെ തന്നെ ഈ ട്രൈപോഡ് മുത്ത് താഴെ ഇട്ട് ഓടിച്ചോ. ഞാനിത് ഒരു വിധത്തിൽ ഇങ്ങനെ കൊണ്ടു നടക്കുവാണ്. ഏകദേശം 2.5-3 വർഷമായ ട്രൈപോഡാണ് കേട്ടോ. ഞാൻ ഒരു പൊന്നുപോലെ കൊണ്ട് നടന്നതാണ്. ഒരു പിറന്നാളിനോ ഏതാണ്ട് ഒരു ഫംഗ്ഷൻ നടത്തിയപ്പോൾ ഇതുപോലെ ഫോട്ടോ എടുത്ത് എല്ലാവരും കൂടെ ഉള്ള സമയത്ത്. എന്നിട്ട് ഫോട്ടോ എടുത്തിട്ട് മാറിയതാണ് കണ്ട. ഇത് മറിഞ്ഞ് ഇത് ചവിട്ടി ഇത് മറിഞ്ഞ് വീണ് ഇതിൻ്റെ ഇവിടെ ഒരു ഇത് കണ്ടു. ഇതിങ്ങനെ ഇരിക്കത്തില്ല. ഇവിടെ ഒരു പിന്നുണ്ടായിരുന്നു, അതങ്ങ് പോയി. അത് പോയതോടെ നമുക്ക് ഈ ഒരു ഭാഗം ഇങ്ങനെ ലെവൽ ചെയ്ത് വെക്കാൻ പറ്റാതായിപ്പോയി. അല്ലെന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് ഹൈറ്റൊക്കെ കിട്ടുന്നതായിരുന്നു. ഇത് അങ്ങനെ വെക്കുന്നതായിരുന്നു എനിക്ക് കുറച്ചുകൂടെ നല്ലത്. ഇപ്പം ഇതിൻ്റെ താഴത്തെ ഈ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യുന്നത് വെച്ചാണ് ഞാനിപ്പം കുറച്ച് നാളുകളായിട്ട് വീഡിയോ എടുക്കുന്നത്. ഏകദേശം 1 വർഷത്തോളമായിട്ട് അങ്ങനെയാണ് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നത്. ഇപ്പം അതാ കിടക്കുന്നു. ഇനി ഇത് നമുക്ക് ഓൺലൈനിൽ മേടിക്കാൻ കിട്ടുമെന്നാണ് പറഞ്ഞത്. അത് വാങ്ങിക്കുന്നിടം വരെ നമ്മുടെ വീഡിയോയ്ക്ക് ചിലപ്പോൾ ഇച്ചിരി മാറ്റങ്ങളൊക്കെ വരും കേട്ടോ. കാരണം വേറൊരു കൊച്ചു ട്രൈപോഡ് ഉണ്ട്, അത് വെച്ചിട്ട് വേണം ഇനി വീഡിയോ എടുക്കാൻ. അപ്പൊ എൻ്റെ പാവം അതേപോലത്തെ തന്നെ ഓൺലൈനിൽ നോക്കി ഇതിന്റെ മോഡൽ വെച്ച് സെർച്ച് ചെയ്ത് നോക്കി, പക്ഷെ കിട്ടുന്നില്ല. വേറെ മോഡലൊക്കെ വരുന്നുണ്ട്. എനിക്ക് പറ്റത്തില്ല. നമ്മൾ ഉപയോഗിച്ച് നമുക്ക് ഇണങ്ങിയതായതുകൊണ്ട് എനിക്കിതാണ് ഇഷ്ടം. ഈ മോഡൽ തന്നെ ഉണ്ടായിരുന്ന ഒരെണ്ണം വാങ്ങിക്കായിരുന്നു. ഒന്നുകൂടി ഒന്ന് സെർച്ച് ചെയ്തൊക്കെ നോക്കട്ടെ. ഏതായാലും ഇപ്പം മനുഷ്യന്റെ കാര്യമാണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളുടെയൊക്കെ ആണെന്നുണ്ടെങ്കിലും അതിനൊക്കെ ഒരു പരിധിയില്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. നല്ല ട്രൈപോഡായിരുന്നു, നല്ല ബലമുള്ള ട്രൈപോഡായിരുന്നു. വേറെ 2-3 എണ്ണം മേടിച്ചതൊന്നും അത്ര പോരായിരുന്നു. പിന്നെ ഇനി നോക്കട്ടെ. ഒന്നും പറ്റിയില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സാധനം വേറെ വാങ്ങിക്കാം. ഇന്ന് നല്ല വിശപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ വന്നിരിക്കുക. വീഡിയോക്കകത്ത് ഏതെങ്കിലും ഒരു മ്യൂസിക്കിന്റെ ഒരു കഷ്ണം കേട്ടാൽ മതി, അത് അവരങ്ങ് കോപ്പിറൈറ്റ് അടിക്കും. പിന്നെ നമ്മൾ ആ വീഡിയോ ആദ്യം തൊട്ട് എഡിറ്റ് ചെയ്യണം. അല്ലെന്നുണ്ടെങ്കിൽ അത്രയും ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം. ഇതൊക്കെ വലിയ മെനയാ. ഇതൊക്കെ അറിയാവുന്ന ആളാ എൻ്റെ അടുക്ക വന്നിട്ട് ഇപ്പൊ പാട്ട് വെച്ചത്. അറിയാതെ വെച്ചതാ, നമ്മൾ ക്ഷമിച്ചിരിക്കും. ചോറുണ്ണാ? ചോറുണ്ണാ? ചോറ്. ഹലോ മൈ ഡിയർ, ഇങ്ങോട്ട് നോക്ക്. ചോറുണ്ണാ? ബാ. കുഴപ്പമായിന് എന്റെ പങ്കിളി മുത്തല്ലേ. ഞാൻ വെളുത്തു വെളുത്തു കണ്ടോ, വെളുത്ത് കണ്ടോ. ഇപ്പൊ പോയിട്ട് കണ്ടോ, വെളുത്ത കണ്ടോ. മോനിക്കുട്ട ഇത് കണ്ടോ, നോക്കി ഇങ്ങനെ കണ്ടല്ലോ.
അയ്യോ നിങ്ങൾ 3 പേരും ഒരേ കളർ ഡ്രസ്സ് പിള്ളേരെ. ഞാൻ മാത്രമേ ഉള്ളൂ വ്യത്യാസം. ഇച്ചിരി വ്യത്യാസമുള്ളൂ. അല്ല ശരി. എന്നാലും ഇതിനകത്ത് ഒരേപോലെയൊക്കെ ഇരിക്കും. അത് ഒരു വട്ടം മറ്റേ അതിനെന്തുവാ പറയുന്നേ, വേറെ ഇതിങ്ങനെ ഇടിച്ചട്ടി നമ്മുടെ ഈ ചക്കയുടെ ചെറുതാണ്. പിന്നെന്തു വേറൊരു സൈസ് ചക്കയില്ലേ നമ്മൾ ഈ പുഴുങ്ങുന്നത്? എനിക്കറിയത്തില്ല. ചീമച്ചക്കയോ? ഞാൻ അതാണ് പറഞ്ഞത്. അല്ല ചീമച്ചക്കയല്ല, ചീമച്ചക്ക. ചക്ക വിളയുന്നതിന് മുന്നേ ഉള്ളത്. അത് ഭയങ്കര ഇഷ്ടം. അത് നല്ലത്. കഴിച്ചിട്ട് വരാം. ചോറുണ്ണാം. രാവിലെ നമ്മൾ ചപ്പാത്തിയുടെ കൂടെ പരിപ്പ് കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത്താഴത്തിന് എടുക്കാൻ വേണ്ടി. പിന്നെ ബീട്രൂട്ട് അച്ചാർ എടുത്തു, തോരൻ എടുത്തു, ഇടിച്ചക്ക. അവർക്കൊക്കെ അതൊക്കെ അങ്ങോട്ട് ഒരു ഉച്ച നമുക്ക് കഴിക്കാം. നമ്മൾ ഇന്നലെ മേടിച്ച മീൻ കറി വെച്ചായിരുന്നു കേട്ടോ. ചപ്പാത്തി ഉണ്ടാക്കിയതിൻ്റെ കൂടെ പരിപ്പ് കറി വെച്ചെങ്കിലും പിന്നെ വേണമെങ്കിൽ മീൻ കറിയും കൂടെ കൂട്ടി വൈകിട്ടൊക്കെ കഴിച്ചോട്ടെന്ന് വിചാരിച്ചു. ഇന്നത്തെ അത്താഴം റെഡി. കഴിക്കട്ടെ പ്രിയങ്ങളെ. എല്ലാവരോടും സ്നേഹം, പരസ്പരം പ്രാർത്ഥനകൾ. വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ ഇന്ന് തൽക്കാലം ടാറ്റ. ഓക്കെ, ബൈ ബൈ, സി യു. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.